വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഇദ്ദേഹം 1930-ൽ ആരംഭിച്ച സ്ഥാപനം ഇന്ന് കൽപ്പിത സർവകലാശാലയാണ്. പുതുമലയാണ്മ തൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ച ഇദ്ദേഹം കേരള ടാഗോർ എന്നറിയപ്പെടുന്നു. കേരളത്തിൽ നിന്ന് ആദ്യമായി പത്മഭൂഷൺ ലഭിച്ച ഇദ്ദേഹം ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. 1965-ൽ ക്യാപ്റ്റൻ എം.എസ്. കോഹ്ലിക്കൊപ്പം ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യൻ സംഘത്തിലെ അംഗമായിരുന്നു സി. ബാലകൃഷ്ണൻ. 1951-ൽ ഡൽഹിയിൽ നടന്ന പ്രഥമ ഏഷ്യൻ ഗെയിംസിൽ 400 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുത്ത് 4ാം സ്ഥാനം നേടിയ ഇദ്ദേഹമാണ് 1965-ൽ ഒരു കായിക പുരസ്കാരം ആദ്യമായി ലഭിച്ച കേരളീയൻ. കായിക പുരസ്കാരം ഏതാണ്? അർജുന അവാർഡ്. 1914 സെപ്റ്റംബർ 20-ന് കേരളത്തിലെ ആദ്യ വാഹനാപകട മരണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ്. മലയാള മനോരമ എന്ന പേര് നിർദ്ദേശിച്ച ഇദ്ദേഹമാണ് അഭിജ്ഞാന ശാകുന്തളം നാടകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. കാളിദാസന്റെ മേഘസന്ദേശം പിന്തുടർന്ന് മയൂര സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചതും ഇദ്ദേഹമാണ്. ആരാണ് ഇദ്ദേഹം? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയിൽ ആദ്യമായി ഒരു വനിത എത്തിയിട്ട് 100 വർഷം തികഞ്ഞു. 1924 സെപ്റ്റംബർ 23-ന് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതാ സാമാജികയായ ഇവർ അന്നത്തെ തിരുവിതാംകൂർ ദർബാർ ഫിസീഷ്യനായിരുന്നു. നാഗർകോവിലിൽ ക്ഷയരോഗ സാനിറ്റോറിയവും തിരുവനന്തപുരത്ത് എക്സ്റേ ആൻഡ് റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ ഇവരാണ് കേരളത്തിലെ ആദ്യ സിസേറിയൻ പ്രസവ ശസ്ത്രക്രിയ ചെയ്ത വ്യക്തിയും. ആരാണ് ഇവർ? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. കേരളത്തിന്റെ 49ാം ചീഫ് സെക്രട്ടറിയായ ശാരദ മുരളീധരൻ ഈ പദവി വഹിക്കുന്ന 5ാമത്തെ വനിതയാണ്. കേരളത്തിൽ ജില്ലാ കളക്ടറും പിന്നീട് ചീഫ് സെക്രട്ടറിയുമായ ആദ്യ വനിത എന്ന നേട്ടം ഏത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയുടെ പേരിലാണ്? പത്മ രാമചന്ദ്രൻ.